വെറുതെ നനക്കാന്നല്ലാതെ ആ പന്നിയാൾ ഇറങ്ങിയിട്ട് ഫുള്ള് കുത്തി നാസാക്കല്ലേ. നായിച്ചത് മുഴുവൻ വെറുതാകുക. പടച്ച തമ്പുരാനെ എത്ത് ജന്തു അത്. ഓയ് പടച്ചമ്പുരാനെ എത്തത് ജന്തു. ഇവിടല്ലേ ആ കുന്തം ഇവിടല്ലേ? ആരാണ് മലയേറി മാണിക്കും. എന്നിട്ടെന്താ മലയിന്നൊക്കെ ഇറങ്ങിക്കോളൂ നാട്ടിക്ക്? എന്നോട് എല്ലാ മൃഗം പോയി. മൃഗങ്ങൾ പോകെ അന്നെ ഇവിടെ നിന്നാലേ നാട്ടുകാർ മുള്ളമന്തിയാണ് ഇറങ്ങണത്. തച്ചൊല്ലു ബാ ഇവിടെ എന്നാ. ഞാൻ എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞ എന്നോട് മൃഗങ്ങൾ കുടുംബങ്ങൾ ഒക്കെ പോയി. മൃഗങ്ങളാ എന്റെ കുടുംബം? ആമാ ഒരു മനൂസ അപാറ കൊണ്ടുപോയി. മനസ്സാതെ കൊണ്ടുപോയിക്കേ നിന്റെ മാതിരി ഒരു മനാസ ആ മനസ്സം വന്ന് കൊണ്ടുപോയിന്നോ? എന്റെ സാധനങ്ങളെ ഞാൻ കണ്ടക്കണു കൂട്ടിലാണ് ഇട്ടക്കണ്ടേ. കൂട്ടിലുള്ള നീ പാത്തിയോ? പാത്തി. നീ ശരിക്ക് പാത്തിയോ? ശരിക്ക് പാത്തി. കണ്ണാള് പാത്തിയോ? കണ്ണുക്ക് പാത്തി. നീ ആ കുടുംബത്തെ കാണിത്തരുമോ? ഞാൻ കണ്ടക്കണു ചാവക്കാടുണ്ട് പാമ്പില്ല എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഉണ്ട് ആ സാധനങ്ങൾ മുഴുവൻ. നീ ആ ഛായാ ദൈവം. മേത്തിക്ക് കയറണം. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. ഇതെന്റേതാ നോക്കാം. സുമേഷോ ഇതോ? എന്നോട് നண்பன். ആഹാ ரொம்ப അழைച്ചു പോയിട്ടാ നീ. അന്റെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. വേറെ ഉണ്ട്. ഇതാ ഫുള്ള് മൃഗങ്ങളെ ഒരു പിടിച്ചു കൊടുത്തേക്കേ. ഇവിടെ നോക്കാം. ഇതെന്റേതാ നോക്കാം. ஜெமினி கணேசே காட்டுல இருக்கும்போது எப்படி இருந்த என் புள்ள கொம்பெல்லாம் இப்படியாச்சு. சாயக்கா இது என்னோட குடும்பம். சாப்பிடுமா? ஐயோ ഇതെന്താ? ரமணி அம்மாள். രമണി അമ്മേ? ஐயோ സന്ധ്യ എല്ലാം പിന്നാടി പോച്ച്. സന്ധ്യ എല്ലാവർക്കും പിന്നെ തന്നെയല്ലേ കാരണം. ഇവിടെ ഇങ്ങനെ കുലിക്കൊണ്ട് നിന്നോ പുറത്തൊക്കെ ഇറങ്ങിയ 4 ഉദ്ഘാടനം കിട്ടും. പോരെ അടുത്ത് പോയേക്കാ. വാ ഇതാരാ നോക്കാം. ஐயோ ഇത് செல்வராஜ். സെൽവരാജോ? அங்க இருக்கும்போது எவ்வளவு பெருசா இருந்த இப்ப ரொம்ப குட்டி ஆயிட்டடா. ഇതിപ്പൊ കുട്ടിയായതാ? ஆமா. ആമേ കാളല്ലത്. ഇവിടെ പോന്ന ഇതിന്റെ പേരെന്താ? அது ഒട്ടട്ടി സുധാകർ തന്നെ. ഇതൊക്കെ അടുത്ത് പോന്ന ഇത് ഞാൻ ഓട്ടാരി നറി. ഓട്ടാരി അറിയോ? ഒട്ടക്ക പച്ചയാണ്. ഇവ എന്നെ കൂടെ പഠിച്ചു. ഞാൻ അവിടെ ക്ലാസ്മേറ്റോ. ആമാ സായാക്കാ എന്നോട് കുടുംബത്തെ കൊണ്ടുപോവാൻ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. മനസ്സ കൊല്ലും. ഇവിടെ വാ എന്നൊക്കെ സഹായിച്ച. ഇവിടെ വാ നിന്നെ കൊല്ലി പോട. ഇതെന്താ സാധനം? അത് മലയിൽ മങ്കി. കണ്ടുകൂടിയാണ്. ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാമിലിയിലാണ്. ഇവരെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് കാണും ചെയ്യാം, തൊട്ട് ആസ്വദിക്കും ചെയ്യാട്ടോ. അത് മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവര് വിശാലമായിട്ടൊരു പ്ലേ ഏരിയനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒന്നും നോക്കണ്ട, ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മളെ ചാവക്കാട് പഞ്ചവടിയിലുള്ള ഫാമിലി.